ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഗ്രേസ് വീഡിയോസിലെ പേജിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ മെസ്സേജുകൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന്. ഈ മെസ്സേജുകൾ കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു സന്തോഷം വരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലൊരു അനുഗ്രഹമാണെങ്കിൽ ഞങ്ങൾക്കൊരു പ്രോത്സാഹനം നിങ്ങൾ തരിക. എന്തെല്ലാം രീതിയിൽ അത് കമൻറ്റ് ചെയ്യുമോ, ലൈക്ക് ഇടുമോ. കാരണം നമ്മുടെ ലക്ഷ്യം ഈ മെസ്സേജ് മാക്സിമം വ്യക്തികളിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. സോ ഇതിനെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇന്ന് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ആത്മീക മനുഷ്യനാണ്, നമ്മൾ ഒരു ആത്മാവാണ്. നമ്മളൊരു ശരീരത്തിൽ വസിക്കുന്നു, ബട്ട് നമ്മൾ ആക്ച്വലി ഒരു ശരീരമല്ല. ശരീരത്തിൽ അല്ലെങ്കിൽ കണ്ണാടി കാണുന്ന ആ വ്യക്തിയല്ല വാസ്തവത്തിൽ നമ്മൾ വസിക്കുന്ന സ്ഥലം. ഇപ്പം ഞാനൊരു കാറിൻ്റെ അകത്ത് യാത്ര ചെയ്യുവാണെങ്കിൽ എല്ലാ രീതിയിലും എൻ്റെ ഗ്ലാസ് എല്ലാം കയറ്റിയിട്ട് എന്നെ കാണത്തില്ല. അപ്പോൾ ഞാൻ അതിനകത്ത് വാസ്തവത്തിൽ ആ കാറ് ഞാനല്ല, ആ കാറിൻ്റെ അകത്ത് ഞാൻ സഞ്ചരിക്കുന്നു. അതുപോലെ ഈ ഭൂമിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാണുന്നത് വാസ്തവത്തിൽ ഈ ഭൂമിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ദൈവം തന്ന ഒരു വെഹിക്കിളാണ് വാസ്തവത്തിൽ ഈ ബോഡി എന്ന് പറഞ്ഞാൽ. ഇതിലൂടെയാണ് ദൈവം ഈ ലോകത്തിൽ ഓപ്പറേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. സോ നമ്മുടെ ഫിസിക്കൽ നോക്കിയിട്ട് ഏതെല്ലാം രീതിയിലുള്ള ഒരു കുറവ് നമുക്ക് കാണുവാണെങ്കിൽ ആക്ച്വലി നമ്മൾ കുറവുള്ളവരല്ല, നമ്മൾ ബലവാന്മാരാണ്, നമ്മൾ ബലമുള്ളവരാണ്, എല്ലാ മേഖലകളിലും തികഞ്ഞവരാണ് നമ്മൾ. അപ്പം അത് നമ്മൾ എന്ന പേഴ്സണാലിറ്റി, നമ്മൾ എന്ന വ്യക്തിത്വം ആരാന്നുള്ള ബോധ്യം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയിലൂടെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പം നമ്മളെ ദൈവം പ്ലേസ് ചെയ്തിരിക്കുന്നത് ആരോഗ്യം എന്ന അവസ്ഥയിലാണ്. നമ്മളെ ദൈവം പ്ലേസ് ചെയ്തിരിക്കുന്ന ആരോഗ്യം എന്ന അവസ്ഥയിലാണ്. അതാണ് നമ്മൾ റിയാലിറ്റി. സ്പിരിറ്റിന് ഒരു സ്വൈൻ ഫ്ലൂവും തൊടാൻ പോകുന്നില്ല. സ്പിരിറ്റിന് ശരീരത്തിൽ നമുക്ക് കാണണമെങ്കിൽ ശരീരത്തിൽ അത് അനുഭവിക്കാൻ വരുമായിരിക്കും. ബട്ട് സ്പിരിറ്റിലൂടെ നമ്മൾ ഇരിക്കുമ്പോൾ, സ്പിരിറ്റിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഈ ബോഡിയെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ ബോഡിയിൽ ഒരു രോഗത്തിന് പോലും അനുവാദമില്ല. സ്വൈൻ ഫ്ലൂ ഒന്നും നമ്മളെ തൊടാൻ പോലും പോകുന്നില്ല. കാരണം നമ്മൾ ഒരു ആത്മീക മനുഷ്യനാണ്. ആത്മാവിനെ തളർത്തുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആത്മാവ് സ്ട്രോങ് ആണ്. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനെക്കാട്ടും ബലവാൻ എന്ന് വചനം പറയുന്നു. അപ്പം നമ്മുടെ ഉള്ളിൽ ലോകത്തിലുള്ളതിനെക്കാട്ടും ബലവാനായ ഒരു സംഭവമുണ്ട്. അപ്പം ആ സ്പിരിറ്റിലൂടെ നിങ്ങളെ ഓപ്പറേറ്റ് ചെയ്ത് സ്പിരിറ്റിന് രോഗമില്ലാത്തത് കൊണ്ട് ഞാൻ വസിക്കുന്ന ഈ ശരീരത്തിലും രോഗം വേണ്ട. നിങ്ങൾ അതിനെ എതിർത്ത് നിൽക്കുക. ഈ ട്രൂത്ത് മനസ്സിലാക്കി സാഹചര്യങ്ങളോട് എതിർത്ത് നിൽക്കാൻ തുടങ്ങിയാൽ ആ ജയം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പം സ്പിരിറ്റ് മനുഷ്യനാണ് ഞാൻ ഒരു ആത്മീക മനുഷ്യനാണ്, ഞാൻ ഒരു സ്പിരിറ്റാണ്, ഞാൻ ഈ ബോഡിയിൽ വസിക്കുന്നു. ഇതാണ് എൻ്റെ അവസ്ഥ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്, നമ്മളത് വിശ്വസിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചിലവർക്ക് അതൊരു പുതിയൊരു അറിവായിരിക്കും. ഞാനൊരു ആത്മാവാണോ? ബട്ട് റിയാലിറ്റിയിൽ ഒരു ശവ സംസ്കാര ശുശ്രൂഷയിൽ പോകുമ്പോൾ അവിടെ ആ വ്യക്തിയുടെ ബോഡി കിടക്കും. നമ്മളെന്താ പറയുന്നത്? ആ വ്യക്തി കിടക്കുന്നതെന്നല്ല പറയുന്നത്, ആ വ്യക്തിയുടെ ബോഡി. അപ്പം ആ വ്യക്തി എവിടെ പോയി? വ്യക്തി ഒരു ആത്മാവാണ്. വ്യക്തിക്ക് മരണം സംഭവിക്കുന്നില്ല. വ്യക്തി ഈ ഭൂമിയിൽ നിന്ന് പോയി. ഭൂമിയിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു മുഖാന്തരമാണ് ബോഡി. അപ്പം നമ്മൾ ആ സ്പിരിറ്റിലുള്ള നമ്മുടെ അവസ്ഥയിൽ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ശരീരവും നമ്മളായിരിക്കുന്ന സറൗണ്ടിങ്സിലും ആ സ്പിരിറ്റിൻ്റെ അധികാരത്തെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ഒരിക്കലും തളർന്നു പോകേണ്ട കാര്യമില്ല. നമ്മൾ സ്ട്രോങ് ആണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വേണ്ടി ഇതെല്ലാം അവൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് വിശ്വസിക്കുക. നിങ്ങളൊരു സ്പിരിറ്റ് ബീയിങ് ആണ്. സ്പിരിറ്റ് ബീയിങ് ആണെന്ന് വിശ്വസിക്കുമ്പോൾ സ്പിരിറ്റിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മുടെ സറൗണ്ടിങ്സിലേക്ക് റിലീസ്ഡ് ആകാൻ തുടങ്ങും. സോ ജസ്റ്റ് ബിലീവ് യു ആർ എ സ്പിരിറ്റ് ബീയിങ് ആൻഡ് എവറിത്തിങ് ദാറ്റ് ഈസ് ഇൻ ദ സ്പിരിറ്റ് വിൽ മാനിഫെസ്റ്റ് ത്രൂ അവർ ലൈഫ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹത്തിൽ നടത്തട്ടെ. ആമേൻ. ബൈ ബൈ.